സ്വർണ്ണമഴയിലേക്ക് വീണ്ടും. ആദ്യത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ ടീം എയും ടീം ബിയും തുല്യമായിട്ട് 10 ഗ്രാം വീതം സ്വർണം നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഇത് നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ 5 ചോദ്യങ്ങൾക്ക് 15 ഗ്രാം സ്വർണം, 3 ഗ്രാം സ്വർണം വീതം ഓരോ ചോദ്യത്തിന് സമ്മാനമായിട്ട് കിട്ടും. ഇപ്പോൾ ടീം എയുടെ ക്യാപ്റ്റൻ ആരെയാണ് ക്ലൂ തന്ന് സഹായിക്കാൻ വിളിക്കുന്നത്? ഞാൻ ശ്രീധരനെ ക്ഷണിക്കുന്നു. ജനറൽ നോളജിൽ നല്ല മിടുക്കനാണ്. ആണോ? വരൂ. ഇവിടെ 7 കാർഡ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 5 കാർഡ്, ഏതെങ്കിലും 5 കാർഡുകൾ സെലക്ട് ചെയ്യാം. ഓരോ കാർഡും എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതുമായി ബന്ധമുള്ള ചോദ്യമായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ടീമിനുള്ള ക്ലൂ കാർഡാണിത്. അത് അവിടെ ക്ലൂ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അനുസരിച്ചിട്ടുള്ള അത് നോക്കണം. അത് ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ ക്ലൂ. ഏതാണ് ശരിയായ ക്ലൂ എന്നുള്ള അനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. കൃത്യമാണെങ്കിൽ മാത്രമേ ഉത്തരം പറയാനൊക്കെ ഉള്ളൂ. ഓക്കെ. രാജുവേട്ടന്റെ വല്ല സഹായവും സഹായമാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം. എനിക്ക് ആളുണ്ട്, വിശ്വാസമുള്ള ആളുണ്ട്. അറിയാമല്ലോ രാജേട്ടാ, ആ വാക്ക് നോട്ടിയാണ്. എനിക്ക് ആളുണ്ട്, വിശ്വാസമുള്ള ആളുണ്ട്. വിശ്വാസമുള്ള ആളുണ്ട്. ക്വിസ് നടത്തുന്ന ആളാണ് കൊണ്ടുവന്ന് ആളാണ് ഓക്കെ. അപ്പോ രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കുന്നു. ആദ്യത്തെ കാർഡ് ഐശ്വര്യമായിട്ട് എടുക്കാം. എന്നെ നോക്കി പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തിനെ വിളി. കണ്ടില്ലേ, എന്നെ നോക്കി തൊഴിൽ പാര വയ്ക്കരുതേ എന്നുള്ളത്. മീര ജാസ്മിൻ. അവിടെ തന്നെ വയ്ക്കാം കാർഡ്. ചോദ്യം: ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മീര ജാസ്മിൻ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയത്? ശ്രീ TV ചന്ദ്രൻ സംവിധാനം ചെയ്ത പാഠം 1 ഒരു വിലാപം. സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ 3 ഗ്രാം സ്വർണം എടുക്കാം. കിട്ടി. അപ്പൊ അടുത്ത കാർഡ് മമ്മൂട്ടി മോഹൻലാൽ. ഓക്കെ. ചോദ്യം: മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കാത്ത ഒരു ചിത്രത്തിൽ അവരെ മോശമായി കാണിച്ചു എന്ന പരാതി ഉണ്ടായി. ഏതാണ് ആ ചിത്രം? ഞാൻ അഭിനയിച്ച ചിത്രമാണ് ബോയ്ഫ്രണ്ട്. ഇതിനും ക്ലൂ വേണ്ടി വന്നില്ല. ഉത്തരം ശരിയായിരുന്നു. അങ്ങനെ എല്ലാ കുഴപ്പം പിടിച്ച പടത്തിലും ജഗദീഷ് ഉണ്ട്. 3 ഗ്രാം സ്വർണം എടുക്കാം. ഓക്കെ. അടുത്ത കാർഡ് ചാർലി ചാപ്ലിൻ. ചോദ്യം: ഹിറ്റ്ലറെ കേന്ദ്ര കഥാപാത്രമാക്കി ചാർലി ചാപ്ലിൻ നിർമ്മിച്ച ചിത്രം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്റ്റേറ്റർ ആയിരുന്നു ഹിറ്റ്ലർ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ശരിയാണ്. അത് പറയുന്ന അറിയായിരുന്നു. പണ്ട് ശ്രീകുമാറിൽ ഞങ്ങൾ ഒന്നിച്ച പടം കാണാൻ പോയി. ഓക്കെ. അടുത്ത കാർഡ് ഫുട്ബോൾ. ചോദ്യം: 2005 കൊച്ചിയിൽ നടന്ന സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളം എത്രാം സ്ഥാനം നേടി? ഉറപ്പാണ് എനിക്ക്. കാരണം കേരളം ഇത്തവണ വിന്നേഴ്സ് ആവുമെന്ന് പ്രതീക്ഷിച്ചു. റണ്ണേഴ്സ് അപ്പ് ആയില്ല. 3ാം സ്ഥാനം. 3ാം സ്ഥാനം ശരിയായ ഉത്തരമാണ്. വീണ്ടും 3 ഗ്രാം സ്വർണം. ഫൈനൽ കാർഡ് സ്പിൽബർഗ്. ചോദ്യം: ഒളിമ്പിക് ഗെയിംസിൽ 11 ഇസ്രയേലി അത്ലറ്റുകളെ കൊന്നതിനെ അടിസ്ഥാനമാക്കി സ്പിൽബർഗ് എടുത്ത പുതിയ ചിത്രം. ക്ലൂ വേണമെങ്കിൽ ക്ലൂ വേണം. 3ാമത്തെ മ്യൂസിക്കുമായി സാമ്യമുള്ള ഒളിമ്പിക് നടന്ന സ്ഥലം. മ്യൂസിക്കുമായി സാമ്യമുള്ള ഒളിമ്പിക് നടന്ന മ്യൂണിക്. ശരിയായ ഉത്തരം. എന്താണ് എല്ലാം പറയുന്നത്? ഇതൊക്കെ ക്ലൂ ചോദിക്കണം. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഇത് കൊച്ചു പയ്യൻ പറയുന്നത്. അല്ല, എന്നാലും ഞാൻ അല്ല ഞാൻ പറയുന്ന രാജ്യത്തെ എല്ലാം പറയുമ്പോഴും സ്വർണം കിട്ടുമ്പോഴും അങ്ങോട്ട് നോക്കുന്ന എന്തിനാണ്? ഒരു സൂം. പണ്ടേ പേടിയായതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത 3 ഗ്രാം സ്വർണം എടുക്കാം.
അപ്പം സെക്കൻഡ് റൗണ്ടിൽ 15 ഗ്രാം സ്വർണവും A team നേടി വിജയിച്ചിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്, താങ്ക് യു. എല്ലാം അടുത്ത ഊഴം ടീം ബിയുടേതാണ്. രാജേട്ടാ ഞാൻ റെഡി. റെഡി. ക്ലൂ തരുന്ന ആളിനോട് നല്ല വിശ്വാസം. പിന്നെ Okay. ചോദിക്കേണ്ടി വരില്ല മിക്കവാറും. ക്ലൂ കോഡാണ്. അല്ലാതെ തന്നെ തെറ്റിച്ചോളൂ. അതൊരു സ്വർണ്ണം കൂടുതലിട്ട് എന്റെ അഹങ്കാരമാണ് ആക്ച്വലി. അഹങ്കാരം വരുന്നുണ്ടല്ലേ? അതൊക്കെ ഇപ്പൊ കാണിച്ചിരുന്നു. ഓക്കെ. അപ്പോ ഈ 7 കാർഡിൽ നിന്ന് 5 കാർഡ് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് കാർഡ് ഇതാണ്. കേരളത്തിന്റെ ഭൂപടമാണ്. കേരളം. ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം. ക്ലൂ തന്ന് സഹായിക്കാമാണെങ്കിൽ സഹായിക്കാം. ശ്രീധരൻ അറിയാം. ഞാൻ എനിക്ക് ക്ലൂ തരുന്ന ആളിനെ ടെസ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ കൊണ്ടുവന്ന ആള് മോശക്കാരനാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ, അതുകൊണ്ടാണ്. അതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ്. അല്ല തിരുവനന്തപുരത്തിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോ ശരി, തിരുവനന്തപുരത്തിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കലാപം നടക്കുന്ന സെക്രട്ടേറിയറ്റ് മുമ്പിലാണ്. ഇത് ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ ഒരു കലാപം അവിടെ നടന്നിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം. ഇവിടെ ഉത്തരം പറഞ്ഞു. ശരിയാണ്. എടുക്കാമല്ലോ അപ്പം ധൈര്യമായിട്ട് എടുക്കാം. 3 ഗ്രാം. ക്ലൂ ഇല്ലാതെ ശ്രീധരൻ ആദ്യമേ ഉത്തരം പറഞ്ഞു കേട്ടോ എന്റെ അടുത്ത്. ഞാൻ കേട്ടോ. അവിടെ നിന്ന് പറഞ്ഞ സ്ഥലം എവിടെ നിന്ന് അറിയാം? തിരുവല്ല എന്നാണ്. എന്നെ തെറ്റിക്കാൻ. ഓക്കെ, അടുത്ത കാർഡ് എടുക്കാമല്ലോ. എടുക്കാം. വിജയ്പത് സിംഘാനിയ. ചോദ്യം: വ്യവസായിയും വൈമാനികനുമായ വിജയ്പത് സിംഘാനിയ അടുത്ത കാലത്തൊരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. എന്തിലായിരുന്നു അത്? വ്യവസായിയും വൈമാനികനുമായ വിജയ്പത് സിംഘാനിയ അടുത്ത കാലത്ത് ഒരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഞാൻ ചെറുത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ക്ലൂ പറയുന്നത് നോക്കട്ടെ. ഊതി വീർപ്പിക്കുന്നത്. അത് നമ്മുടെ മുമ്പ് കിടക്കില്ലേ, ബലൂണിൽ യാത്ര ചെയ്ത ആൾ. ചേട്ടാ അടുത്ത കാർഡ് എടുക്കാം. അടുത്ത കാർഡ് ജസ്പാൽ റാണ. ചോദ്യം എന്താണ്? അവിടെ ഒരു നോട്ടം. അല്ല, അവിടെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൂടാ. പറയില്ല, ഞങ്ങൾ പറയോ? കൊള്ളാം, ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു കാര്യമില്ല ഈ റൗണ്ടില്. ഇല്ല, ശരി ഒരു കാര്യമില്ല, തെറ്റിയാലും ഇല്ല. ചോദ്യം: ജസ്പാൽ റാണ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ ആദ്യം മനപ്പുറം അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ അതുകൊണ്ട് എന്നെ തെറ്റിക്കാൻ വേണ്ടിട്ട് ജഗദീഷ് പറഞ്ഞു കൊടുക്കുന്നത് ഹൈ ജമ്പ്. ജസ്പാൽ റാണ ഷൂട്ടിംഗ് ആണെന്നുള്ള കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അങ്ങനത്തെ ചതിയൊക്കെ നടന്നത് എന്നെ തെറ്റിക്കാൻ വേണ്ടിട്ട് അവിടെ അതുകൊണ്ട് ഹൈ ജമ്പ് ഞാൻ എനിക്കറിയട്ടെ. ജസ്പാൽ റാണ ഷൂട്ടിംഗ് ശരിയായ ഉത്തരവാണ്. 3 എടുക്കുന്നു. അടുത്ത കാർഡ് എടുക്കാൻ ചേട്ടാ. രേവതി. ചോദ്യം: രേവതി സംവിധാനം ചെയ്ത ശോഭന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. നോക്കട്ടെ, ക്ലൂ നോക്കട്ടെ എന്താണ് പറയുന്നത്. ഇംഗ്ലീഷ് ചിത്രമാണ്. രേവതി ഡയറക്ട് ചെയ്തതാണ്. എനിക്കറിയാം. സൗഹൃദത്തിന്റെ ഒരു വാക്കി ഇങ്ങനെ ഫ്രണ്ട്സ് ഓഫ് മിത്ര അങ്ങനെ എന്തോ ഒരു സംഭവം. ഇല്ല, പക്ഷെ ക്ലിയർ ആയിട്ടില്ല. അതന്നെ ഏകദേശം ആ വാക്ക് കറക്റ്റ് ആണ്. പക്ഷെ അത് പറഞ്ഞുകൂടാ. അത് ഞാൻ കണ്ട അത് കൊള്ളാം. അല്ല, ഇത്രയും ക്ലൂ തന്നില്ലേ? ഇത്രയും അത് ഞാൻ ഇതിനേക്കാളും പേര് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. അതെ, ഒന്നുമില്ല. ആ പറഞ്ഞു കൊടുത്തതിന് എല്ലാം ഉണ്ട്. എനിക്കറിയാം എന്റെ പേരിങ്ങനെ. അതെ, ഇവര് ഇടയ്ക്ക് കൺഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പ്രശ്നം. അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. 5 പേര് ഇങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുക. എപ്പ തെറ്റിയാണെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. സപ്പോസ് ഞാൻ ഇത് തെറ്റിയാ ജഗദീഷിന് പോകും? ഇല്ല, പോവില്ല. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞു. അവര് വെറുതെ ആൻസർ പറഞ്ഞോണ്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തെറ്റിങ്ങ വേറെ പറയുന്നുണ്ട്. ആ ക്ലൂവിലുണ്ട്. ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധിക്കപ്പെട്ട പടം മിത്ര മൈ ഫ്രണ്ട്. ശരിയാണ്.
ഞാൻ വിചാരിച്ചു ഇത് കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. ഞാൻ ക്ലൂ ഒക്കെ തരുന്നുണ്ടല്ലോ അത് ഇവര് ഒരു സൈഡിൽ നിന്ന് 3 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അവിടെ 5 പേര് പ്രാഗയാണ്. അതാണ് എടുക്കാമല്ലോ. അപ്പൊ എടുക്കാം. അപ്പം ഇനി കഴിഞ്ഞു. ഈ റൗണ്ട് കഴിഞ്ഞു. സ്വർണ്ണം എടുത്തോണ്ട് പോയല്ലോ. സ്വർണ്ണം എടുക്കാം. അയ്യോ അതെടുക്കാൻ പറ്റില്ല. സോറി മാറി. സെക്കൻഡ് റൗണ്ട് പൂർത്തിയായപ്പോ ടീം എ 25 ഗ്രാം സ്വർണം നേടിയിട്ടുണ്ട്. ടീം ബി 25 ഗ്രാം സ്വർണം നേടിയിട്ടുണ്ട്. പ്രേക്ഷകർ കാത്തിരിക്കുക. നിങ്ങൾക്കായുള്ള സ്വർണ്ണക്കുടത്തിൽ ഏത് നിമിഷവും സ്വർണം വീണേക്കാം. ഇനി മൂന്നാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ടാണിത്. ഈ ബോർഡിൽ, ഇവിടെയുള്ള ബോർഡിൽ 5 പേരുകളുണ്ടാവും. അതിന് നേരെ ആ പേരുകളുമായിട്ട് ബന്ധമുള്ള വാക്കുകളും നിരത്തിയിട്ടുണ്ടാവും. അത് ചേരുമ്പടി ചേർക്കണം. നിങ്ങൾ എ ടീമിൽ നിന്ന് 2 പേർക്ക് ക്യാപ്റ്റനെ സഹായിക്കാം. ആരാണ് സഹായിക്കാൻ പോകുന്നത്? നിങ്ങൾ 2 പേരും. അപ്പോൾ ക്യാപ്റ്റൻ വരൂ. ഇതിന് എത്ര സമ്മാനം എന്ന് പറഞ്ഞില്ല. സമ്മാനം പറയും. സമ്മാനം ഞാൻ ആ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് പറയാന്ന് വെച്ചാണ് 5 വാക്കുകൾക്കായി 4 ഗ്രാം വീതം 20 ഗ്രാം സ്വർണം സമ്മാനമായിട്ടുണ്ട്. അപ്പോ റെഡിയാണല്ലോ? റെഡിയാണോ? ഓക്കെ. അപ്പോ ടീം എയുടെ സമയം ഇവിടെ തുടങ്ങുന്നു. വേഗം 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 വേണം. 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. വേഗം. ഏറ്റവും അവസാനം 2 ഏറ്റവും അവസാനം വെച്ച് കഴിഞ്ഞു. 20 സെക്കൻഡ് ആയിട്ടുണ്ട്. 20 സെക്കൻഡ് ആയിട്ടുണ്ട്. 30 സെക്കൻഡായി. 3 30 സെക്കൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. വേഗം വേണം. സ്കൂളില് കോളേജ് ലെക്ചർ ആയിരുന്നപ്പോ പോലും ഇങ്ങനെ ഓടി കാണത്തില്ല. അതേ അങ്ങനത്തെ ഓട്ടം ഓടുക. 40 സെക്കൻഡായി. കറക്റ്റ് അല്ലേ? അപ്പൊ 40 സെക്കൻഡ് 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. 50 സെക്കൻഡ്. എന്തെങ്കിലും തിരുത്തണമെങ്കിൽ ഇപ്പൊ തിരുത്താം. ഒന്നും തിരുത്താനില്ലല്ലോ. 50 സെക്കൻഡ് ആയിട്ടുണ്ട്. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം. സമയം കഴിഞ്ഞു. ഓക്കെ, അവ നോക്കാം. അങ്ങോട്ട് പോകാൻ പാടില്ല ക്യാപ്റ്റൻ. ഇത് ശരിയാണോ നോക്കി കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ. ഇവിടെ വരണം. ആൻസർ നോക്കാം. ആൻസർ ശരിയാണ്. കാരണം എന്താ അറിയോ? ഗാന്ധി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോസ്റ്റ്യൂമറാണ് ഭാനു അത്തയ്യ. വളർത്തുമൃഗങ്ങൾ MT സാറിന്റെ സ്ക്രിപ്റ്റാണ്. ദേവിക റാണി ഫാൽക്കെ അവാർഡ്. M മുകുന്ദന്റെ ഇപ്പൊ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നോവലാണ് പുലയപ്പാട്ട്. അടൂർ സാറിന്റെ സിനിമയുടെ ലോകം. എല്ലാ ആൻസേഴ്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് ഞാൻ കോൺഫിഡന്റ് ആണ്. ഇനി റിസൾട്ട് പറഞ്ഞോട്ടെ. ശരിയാണ്. ഉത്തരങ്ങൾ ശരിയാണ്. ഗാന്ധി, ഭാനു അത്തയ്യ ശരിയാണ്. വളർത്തുമൃഗങ്ങൾ MT ശരിയായ ഉത്തരവാണ്. രാജേട്ടൻ ജഗദീഷിനെ പറ്റിയുള്ള കഥയായിരുന്നു MTയുടെ. വളർത്തുമൃഗങ്ങൾ. ഓക്കെ. 3 ദേവിക റാണി ഫാൽക്കെ അവാർഡ് ഹിന്ദി ചലച്ചിത്ര താരം ശരിയായ ഉത്തരവാണ്. M മുകുന്ദൻ പുലയപ്പാട്ട് ശരിയായ ഉത്തരവാണ്. അടൂർ സിനിമയുടെ ലോകം ശരിയായ ഉത്തരവാണ്. 5 ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇൻറ്റു 4 20 ഗ്രാം എ ടീം നേടിയിരിക്കുന്നു. രാജേട്ടാ കൊണ്ടുപോട്ടെ എണ്ണം നോക്കണേ. 5 6 7 8 9 10 11 12 13 14 15 16 17 18 2 20. കറക്റ്റാണ്. ഞാൻ കണ്ടു. കള്ളത്തരമില്ല. അപ്പോ എ ടീം നല്ല സുന്ദരമായിട്ട് മത്സരിച്ച് 20 ഗ്രാം നേടിയിരിക്കുകയാണ്. അടുത്തത് ടീം ബിയുടെ ഊഴമാണ്. രാജുവേട്ടൻ ടീം റെഡിയാണ്. അതിനു മുൻപ് ചെറിയൊരു കാത്തിരിപ്പ്.